യൂസ്ഡ് കാറുകൾ എടുക്കാൻ ഇപ്പോഴും ആളുകൾക്ക് നല്ല പേടിയുണ്ടാവും മനസ്സിൽ. കാര്യം മറ്റൊന്നല്ല, ചില ബിരുദന്മാർ വാഹനത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത ആളുകളെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു യൂസ്ഡ് കാർ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഒരു മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെറിയൊരു പേടി മനസ്സിൽ വരുന്നത്. എന്നാൽ ആ പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടാവും. അങ്ങനെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് വിശ്വസിച്ച് യൂസ്ഡ് കാറുകൾ എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമിലാണ് ഞാനെന്നുള്ളത്. എറണാകുളം ജില്ലയിലെ മാമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂവാലി ഷോറൂമിൽ ഈ മാസം ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ്. ചെറുവാഹനങ്ങൾ, ആവശ്യക്കാർ ഏറെയുള്ള വാഹനങ്ങളാണ് നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ മെയിൻ ഹൈവേയിൽ തന്നെയാണ് എറണാകുളം മാമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് റെനേ മെഡിസിറ്റിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഷോറൂം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങൾക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ സർവീസ് ഉണ്ട്. ഈ വാഹനത്തിന് വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും, മെക്കാനിക്കൽ സൈഡ്, എഞ്ചിൻ സൈഡ്, എല്ലാ സൈഡും നോക്കിയിട്ട് അതിലെല്ലാം ഈ ഒരു വാഹനങ്ങൾ പാസ്സായാൽ മാത്രമേ ഈ പറയുന്ന വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയണത് വാഹനങ്ങൾക്ക് പരിപൂർണ്ണമായിട്ട് വിശ്വസിച്ച് എടുക്കാമെന്ന്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നല്ല നല്ല യൂസ്ഡ് കാറുകൾ അന്വേഷിച്ചിറക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഷോറൂമിലത്തെ വാഹനങ്ങളൊക്കെ ഇത്തവണ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷ്യാമാണ്. ഷ്യാമ, നമസ്കാരം. പുതിയ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ? കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് എല്ലാ വാഹനങ്ങളും പെട്ടെന്ന് മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. മാരുതിയുടെ ഈക്കോ അല്ലേ? ഈക്കോ വാങ്ങുമ്പോൾ നമുക്ക് രണ്ട് ഉപകാരമുണ്ട്. മറ്റേ വാഹനം യാത്ര ചെയ്യാൻ ഉപയോഗിക്കാം, കച്ചവട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ നമുക്കിത് പറഞ്ഞത് 2020 മോഡലാണ്. 5 സീറ്റർ AC ആണ് വരുന്നത്. സിംഗിൾ ഓണർ, 48,000 കിലോമീറ്റർ അത്ര ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഏതാ? 48,000 കിലോമീറ്റർ ഓടിയിട്ട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് വരുമ്പോഴേക്കും സേഫ്റ്റി ഫീച്ചേഴ്സുള്ള ABS, EBD, എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ, ഇതെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. എല്ലാം വരുന്നുണ്ട്. AC വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. അത്യാവശ്യം കണ്ടീഷൻ വാഹനം. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. 6 മന്ത് വാറണ്ടി, 3 ഫ്രീ സർവീസ് ഒക്കെ വരുന്നത്. 3 ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ മാരുതി സർവീസ് സെന്ററിൽ എവിടെ കൊടുത്താലും ക്ലെയിം. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,40,000 നമ്മൾ ചോദിക്കുന്നത്. 4,40,000 രൂപ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 85% വരെയൊക്കെ ഫണ്ടിങ് കയറുന്ന വണ്ടിയാണല്ലേ? നല്ല രീതിക്ക് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ബാക്കിലെ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കും. സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാരുതിയുടെ ഓൾട്ടോ 800 നല്ല ക്വാളിറ്റി പീസ് അല്ലേ? ക്വാളിറ്റി പീസ് 2021 വണ്ടി. 2021 വണ്ടി. DS6 വണ്ടി. DS6 ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർ, 58,000 കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ മൈലേജും മൈലേജ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇത് വരുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ABS, എയർ ബാഗ്, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നു. ഓക്കെ. പിന്നെ നല്ല ക്വാളിറ്റി സീറ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ നല്ല ടയർ. ഓക്കെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോഴേക്കും 3,45 ആണ് ഇത്. 3,45. നമുക്കിതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6 മന്ത് വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട് അല്ലേ? നമുക്ക് മാക്സിമം 90% വരെ ലോൺ ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് വരുമ്പോഴേക്കും 2020 മോഡലാണ്. സിംഗിൾ ഓണർ, 52,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. 52,000 കിലോമീറ്റർ. ഇത് ഏത് വേരിയന്റ് തന്നെ? VXi ആണ്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത്. ABS കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റാൻഡേർഡ്. ഓക്കെ. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റ് അല്ല, ചെറിയൊരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്. വിൻഷീൽഡും ബോണറ്റ് മാറിയിട്ടുണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് മാറിയിട്ടുള്ളതാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളും നിലവിലില്ല. വാറണ്ടി കാര്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആണ് വണ്ടി. വാറണ്ടി കിട്ടുന്ന വാറണ്ടി കിട്ടുന്ന പറയുമ്പോൾ തന്നെ അറിയാം എല്ലാ കാര്യങ്ങളും പക്ക ക്ലിയർ ചെയ്ത മാത്രമേ. മേജർ ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് വാറണ്ടി റിജക്ട് ആവുള്ളൂ. മേജർ ആക്സിഡന്റ് അല്ല. ഓക്കെ, അത് നന്നായി. അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എത്ര വരുന്നത്? ഇത് വരുമ്പോഴേക്കും 5,70,000 ആണ് വരുന്നത്. 5,70,000 രൂപ. ഇതിന് വാറണ്ടി എത്ര കിട്ടും? ഇതിന് 6 മന്ത് വാറണ്ടി വരും. 3 ഫ്രീ സർവീസും ഉണ്ടാവും. വേറെ നൂലാമാലകളൊന്നും ഇല്ല. എല്ലാ കാര്യങ്ങളും പേപ്പറും കാര്യങ്ങളെല്ലാം പക്കയായിട്ടുള്ള വാഹനമാണ്. താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യും. മാരുതിയുടെ ട്രൂവാലി ഷോറൂമാണ് എഴുതിയത്. മാരുതിയുടെ വാഹനങ്ങൾ മാത്രമല്ല എല്ലാത്തരം കമ്പനികളുടെ വാഹനങ്ങളും ഉണ്ട് അല്ലേ? അതെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഹോണ്ട കമ്പനിയുടെ അമേസ് ഡീസൽ വാഹനമൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന വാഹനം. നിലവിൽ ഡീസൽ പുതിയ വണ്ടികൾ കുറവായത് കാരണം അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. എൻക്വയറി വരുന്നുണ്ടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2014 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി, 81,000 കിലോമീറ്റർ. 81,000 കിലോമീറ്റർ വേരിയന്റ് ആണ്.
സാധാരണ ഡീസൽ വാഹനമൊക്കെ ഒരുപാട് ഓടും, 1 ലക്ഷത്തിന് മേലെ ഓടും. കിലോമീറ്റർ കൈമറിയാറുണ്ട്, ഈ പറഞ്ഞ പോലെ ആളുകൾ കൈമറിഞ്ഞ് ഓടിക്കാറുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏതാ വേരിയന്റ് തന്നെ? ഇത് വരുമ്പോഴേക്കും ഈ ആണ് വേരിയന്റ്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അത്യാവശ്യം 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ പക്കയാണ് അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോഴേക്കും 390 പ്രൈസ്. 390 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ലോൺ ചെയ്യാൻ പറ്റുമോ? ലോണും ചെയ്യാൻ പറ്റും. 5 വർഷം എന്തായാലും സുഖമായിട്ട് ലോണും കയറുന്ന വണ്ടിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡീസൽ വാഹനങ്ങളപ്പോൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്നുണ്ട്. അത് ഹോണ്ടയുടെ വാഹനങ്ങളാണ് ചോദിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി വാഹനം ഇപ്പൊ മാമംഗലം ട്രൂ വാല്യൂ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട്. കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ മാരുതിയുടെ ഒരു ചെറിയ വാഹനമൊക്കെ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് മാരുതി എക്സ്പ്രസ് അല്ലേ? അത്യാവശ്യം മൈലേജ് ഉണ്ട്, സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് വരുമ്പോഴേക്കും ടോപ്പിന്റെ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് ആണ്, VXI പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡൽ. 2021 മോഡൽ ടോപ്പ് ആൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർ, വെറും 39,000 കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. ഈ VXI പ്ലസ് ടോപ്പ് ആൻഡിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫ്രണ്ട് പവർ വിൻഡോ ഒക്കെയാണ് വരുന്നത്. അതല്ലാണ്ട് അഡീഷണൽ സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ ഇൻബിൽറ്റ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട്. ABS സർവേയും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആണല്ലോ, ഫീച്ചേഴ്സ് ആണല്ലേ? പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? ഇൻഷുറൻസ് ഒക്കെ ക്ലിയർ, എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. വാറന്റി ഒക്കെ വരുന്നതാണ്. എത്ര വർഷത്തേക്ക് വാറന്റി ഒക്കെ വരും? 6 മാസത്തെ വാറന്റി, 3 ഫ്രീ സർവീസും കിട്ടൂല്ലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോഴേക്കും 490. 490. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് നല്ല ക്വാളിറ്റി വാഹനം വാറന്റിയോട് കൂടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മാമംഗലം പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലേക്ക് വരിക. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് മാരുതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതിയുടെ ബലേനോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് കുറച്ചും കൂടി ഇഷ്ടപ്പെടായിരിക്കും, കാരണം ബലേനോ ഡീസലാണ്. ഇപ്പൊ പെട്രോൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. പെട്രോൾ മാത്രമേ ഉള്ളൂ. ഇത് ഇറങ്ങിയ കാലത്തും വണ്ടികൾ റയർ ആയിരുന്നു, മാർക്കറ്റിൽ കിട്ടാനില്ലാത്തൊരു വണ്ടിയാണ് ഡീസൽ വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? അപ്പൊ ഇത് വരുമ്പോഴേക്കും 2016 മോഡലാണ്, സിഗ്മ വേരിയന്റ്, സിംഗിൾ ഓണർ, 73,000 കിലോമീറ്റർ. ഡീസൽ 73,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 1 ലക്ഷത്തിന്റെ താഴെ ഡീസൽ വാഹനം കിട്ടില്ല, കിട്ടില്ല, മിക്കവാറും കിട്ടില്ല ഇപ്പൊ. ഓക്കെ, ഇതിൽ ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് എന്തൊക്കെ വരിക? സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് മോഡലാണ്. മേജർ ഈ പറഞ്ഞ പോലെ പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ഒക്കെ തന്നെയാണ് വരിക. ഇതിൽ അഡീഷണൽ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, അലോയ്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതില് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഡോറിന്റെ അവിടെ സൈഡിൽ പെയിന്റിങ്, ഡെന്റിങ് വന്നിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണല്ലോ കൊടുക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ? ഇത് വരുമ്പോഴേക്കും 5,00,000 നമ്മൾ 5,50,000 ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. നമുക്കൊരു 70 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റുമോ? വണ്ടി ഇറക്കാൻ പറ്റൂല. ടൊയോട്ടോ വാഹന പ്രേമികളിൽ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ഏതാ വെച്ച് കഴിഞ്ഞാൽ കാരണം ചെറിയ ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ചെറിയൊരു സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എറ്റിയോസ് ആണ് നിലവിൽ ടൊയോട്ടോ വരുന്നത് അല്ലേ? അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് വരുമ്പോഴേക്കും സെക്കൻഡ് ഓണർ, 69,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. VX വേരിയന്റ്. ഏത് മോഡൽ ഏതാണ്? 2018. രണ്ടാമത്തെ ഓണർ അല്ലേ? പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, VX-ൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? അലോയ് വീൽസ് വരും, ബാക്കി സ്റ്റിയറിംഗ്, പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ്, ABS സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റീപ്ലേസ് എന്തായാലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോഴേക്കും 5,30,000 നമ്മൾ 5,30,000 രൂപ ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ഇതിൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ 5 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. 5 വർഷം വരെ ലോൺ ചെയ്യാല്ലേ? നമുക്കൊരു ഏകദേശം ഒരു 70-80 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് തരികയാണെങ്കിൽ വണ്ടി ഇറക്കാം. അടുത്തായിട്ട് മാരുതിയുടെ ബ്രസ, നല്ലൊരു വാഹനം, ക്വാളിറ്റി വാഹനം ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ മാസം സ്റ്റോക്കാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്? 2021 മോഡൽ ബ്രസയാണ്, പെട്രോള്, VXI വേരിയന്റ് ആണ്, സിംഗിൾ ഓണർ, വെറും 17,000 കിലോമീറ്റർ. വെറും 17,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? എല്ലാം പക്കയാണ്, ജെനുവിൻ കിലോമീറ്റർ. ഈ VXI-ൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? പവർ സ്റ്റിയറിംഗ്, പവറിന്റെ കാര്യങ്ങളൊക്കെ വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എയർ ബാഗ്, ABD അതൊക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചർ. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, കണ്ടീഷൻ ടയർ. വേറെ ഒന്നും ചെയ്യണ്ട, പ്രോഗ്രാംസ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? ഇൻഷുറൻസ് ഒക്കെ ക്ലിയർ ആണ്. എപ്പോഴും പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ, ട്രൂ വാല്യൂന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികളുടെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം പക്കയും, വാഹനം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും അല്ലേ? ഇൻക്ലൂഡിങ് നമ്മള് പേര് മാറുന്നതാണെങ്കിൽ പോലും നമ്മൾ തന്നെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ്. വേറെ അതിന് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇന്നത്തെ കാലത്ത് എന്തായാലും നമുക്ക് വാഹനം കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ട്രൂ വാല്യൂ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര?
ഇത് വരുമ്പോഴേക്ക് 885 നമുക്ക് പ്രൈസ് വരുന്നത്. അതിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റുമല്ലോ. 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ഇറക്കാം. ഇതിന് വാറന്റി കൊടുക്കുന്നുണ്ടോ? വാറന്റി വരുന്നുണ്ട്. 1 year വാറന്റി, 3 ഫ്രീ സർവീസ് ഒക്കെ. 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു മനസ്സുഖം അല്ലെങ്കിൽ ആ ഒരു പേടിയില്ലായ്മ ഇവിടെ നിന്ന് യൂസ്ഡ് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടും. അതാണ് വാറന്റി ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ മാരുതി സർവീസ്. അടുത്തതായിട്ട് മാരുതിയുടെ വാഗനർ. ഇത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഓട്ടോമാറ്റിക്കേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വരുമ്പോഴേക്കും 2018 മോഡലാണ്. സിംഗിൾ ഓണർ വെറും 45,000 ഓടിയിട്ടുള്ളൂ. 45,000 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം ഉണ്ട്. അപ്പോൾ ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും 45,000 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇത് വരുമ്പോഴേക്കും പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. എല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് അലോയ്സ് അഡീഷണൽ ചെയ്തതാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മേജറായിട്ടൊന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? വരുമ്പോഴേക്കും 470 പ്രൈസ് ഉണ്ടായിരുന്നു. 4,70,000 ചോദിക്കുന്ന പ്രൈസിലെ ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ ഒരു 50 രൂപ 55 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളൊരു ഓട്ടോമാറ്റിക് വാഗനർ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റി വാഹനം, ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. അടുത്തായിട്ട് മാരുതിയുടെ ബലേനോ. നല്ല ക്വാളിറ്റി, ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വെഹിക്കിൾ ഇപ്പം നിലവിൽ നമ്മുടെ പോപ്പുലർ മാമംഗലം ഷോറൂമിൽ, ട്രൂ വാല്യൂ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ വണ്ടിയിൽ തന്നെ CVT വരുന്ന ഒരു മോഡലാണ്. ഓട്ടോമാറ്റിക് ആണ്, CVT ഗിയർ ബോക്സ് വരുന്ന മോഡൽ. ഓക്കെ, ആൽഫ മോഡലാണ്. ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് അല്ലേ? ഇത് മോഡൽ എത്ര പറഞ്ഞാൽ? 2018 മോഡൽ, സെക്കൻഡ് ഓണർ, 76,000 കിലോമീറ്റർ. രജിസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതിലിപ്പോ ഈ ഒരു ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വേരിയന്റ് എന്ന് പറഞ്ഞു. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവും? ഇത് വരുമ്പോഴേക്കും പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, അതിൽ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം, ക്ലൈമറ്റ് കൺട്രോൾ, AC അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പിന്നെ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യാനില്ല. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് വരുമ്പോഴേക്കും 6.5 ആണ് നമ്മൾ ചോദിക്കുന്നത്. 650 ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഇത് ഏകദേശം ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂലേ? ഇതിന് വാറന്റിയും കാര്യങ്ങളുണ്ടോ? ഇതിന് വരുമ്പോഴേക്കും 1 year നമുക്ക് പർച്ചേസ് കൊടുക്കുന്ന വാറന്റി. 1 year വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാഹനത്തിന് വേറെ കംപ്ലൈന്റോ റീപ്ലേസോ ഒന്നുമില്ല. ക്വാളിറ്റി വെഹിക്കിൾ ആണെന്ന് അറിയാൻ വേറെ എങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. വാറന്റി ഉണ്ടെന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ നോക്കണം. കാരണം അത്രയും ചെക്ക് പോയിന്റ് പാസ്സായതിനു ശേഷമാണ് വാറന്റി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു വാഹനം ഫുൾ ഓപ്ഷൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അടുത്തായിട്ട് മാരുതിയുടെ സെലേറിയോ അല്ലേ? സെലേറിയോ എക്സ് ആണ്. സെലേറിയോ എക്സ് സ്പെഷ്യൽ എഡിഷൻ വാഹനം. സ്പെഷ്യൽ എഡിഷൻ ആണ്. മെക്കാനിക്കലി വലിയ ചേഞ്ച് ഇല്ല. ബോഡി ക്ലാഡിങ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് മാറ്റം വന്നിട്ടുള്ളത് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? 2018 മോഡല്, സെക്കൻഡ് ഓണർ, വെറും 20,000 കിലോമീറ്റർ. ഇത് മറ്റേ പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. ZXi ആണ് വേരിയന്റ്. ZXi അല്ലേ? ഫുൾ ഓപ്ഷനിൽ അധികം ഓടാത്ത ഒരു ഓട്ടോമാറ്റിക് മാരുതി വാഹനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറ്റിയൊരു വാഹനം ഇപ്പം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അല്ലേ? കാരണം ഇത്രയൊക്കെ ലോ കിലോമീറ്റർ കിട്ടുക എന്ന് പറഞ്ഞാൽ ലാഭമാണ്. ഇതിൽ എന്തൊക്കെയാണ് ZXi ഫീച്ചേഴ്സ് ഉണ്ടാവുക? ZXi വരുമ്പോഴേക്കും മിറർ കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റീരിയോ കാര്യങ്ങൾ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. ഈ ഒരു മാരുതിയുടെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സെലേറിയോ എക്സ് എന്ന് പറയുന്ന ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 475 ആണ് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത്. വെറും 4,70,000 രൂപ. അതിൽ നമുക്കൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് എന്ന് വണ്ടി ഇറക്കാൻ പറ്റും. ഇതിപ്പോ ലോ കിലോമീറ്റർ ഓടിക്കൊണ്ട് ചോദിക്കുന്നതിന് വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വാറന്റി കാര്യങ്ങളൊക്കെ വരുന്നത് മാരുതി വാറന്റി 6 month വാറന്റി വരുന്നത്. 6 മാസത്തെ വാറന്റി പ്ലസ് 3 ഫ്രീ സർവീസും. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2006 മോഡൽ സാൻഡ്രോ സിംഗ് ആണ്. ടോപ്പ് എൻഡ് എക്സോ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. 1,13,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 1,13,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന അന്നത്തെ കാലത്തെ ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വേരിയന്റ്. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് വെറും 70,000 രൂപ. വെറും 70,000 രൂപ. അത്യാവശ്യം ചെറിയ ഓട്ടങ്ങൾക്കല്ല, സാധാരണ നമുക്ക് നോർമലി ഉപയോഗിക്കാം. കൂടുതൽ സിറ്റി യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് വണ്ടിയാണല്ലേ? ഈ ഒരു വാഹനം ലോ ബഡ്ജറ്റ് വാഹനം ഇങ്ങനെ ഇവിടെ ഷോറൂമിൽ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ വണ്ടി നല്ല ക്വാളിറ്റി വാഹനമാണ്, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത്രയും വലിയ ഗ്രൂപ്പിന്റെ ഒരു ഷോറൂം ആകുമ്പോൾ അവിടെ ഒരു കംപ്ലൈന്റ് ഉള്ള വണ്ടി സെയിൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം കോൺടാക്ട് ചെയ്യാം. പേപ്പേഴ്സ് ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് ക്ലിയർ ആണ്. 26 വരെ നിലവിൽ പേപ്പർ ഉണ്ട്. അപ്പോൾ ഇനി അതും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ മാരുതിയുടെ ബലേന പുതിയ മോഡൽ വാങ്ങാൻ ആഗ്രഹിച്ച് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പുതിയത് എടുക്കുന്നതിന്റെ പകരം ഈ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ മാറ്റം ഉണ്ടാവും. എന്നാൽ പുതിയത് മാത്രം പുതിയത് പോലെ തോന്നിക്കുന്ന ഒരു വാഹനം. ഓണർഷിപ്പ് മാത്രമേ മാറുള്ളൂ, ബാക്കി എല്ലാം പുതിയത്. ഷോറൂം കണ്ടീഷൻ വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? 2024 ആൽഫ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ആൽഫ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ, വെറും 2,000 കിലോമീറ്റർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഈ വാഹനം എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്.
ഒരു 2000 കിലോമീറ്റർ ഓടിയ ടോപ്പിന് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഇൻക്ലൂഡിംഗ് 360 ഡിഗ്രി ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന പുതിയ മോഡൽ വരുന്നത്. അപ്പോൾ ഇനി അറിയേണ്ടത് ഇതിന്റെ വിലയാണ്. പുതിയ മോഡലിന്റെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും എത്രയെന്ന്. നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് കേട്ടാൽ എന്തായാലും നിങ്ങൾ ഈ ഒരു വാഹനം എടുത്തോണ്ടോ. ഇതിന്റെ പ്രൈസ് എത്രയാണ്? 9,40,000 രൂപ. ഇതിന്റെ പുതിയതിന് എത്ര ഉണ്ടാവും? പുതിയതിന് ഓൾമോസ്റ്റ് 12 ലക്ഷം പുതിയതിന് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ മാറ്റമുണ്ട്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ ഒന്നുമില്ല. ഷോറൂം കണ്ടീഷൻ വാഹനമാണ്. ഇതിന് വാറണ്ടി ഉണ്ടാവും. 1 ഇയർ വാറണ്ടി നമ്മുടെ വരുന്നുണ്ട്. കമ്പനി വാറണ്ടി ഓൾറെഡി ഉണ്ട്. അതിനുശേഷം നിങ്ങൾ കൊടുക്കുന്ന 1 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. എങ്ങനെ പോയാലും 5 വർഷത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് വാറണ്ടിയും കാര്യങ്ങളും കിട്ടും. 3 ഫ്രീ സർവീസും കിട്ടും. അപ്പോൾ നിങ്ങളൊരു പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ വാഹനങ്ങൾ മാത്രമല്ല, ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ വാഹനങ്ങളും ഇന്ന് പരിചയപ്പെടുത്തിയിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഇത്രയും വാഹനങ്ങൾ ഈ സ്റ്റോക്ക് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും വരാം. ഇത് പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന വലിയ ഗ്രൂപ്പിന്റെ ഒരു ഷോറൂമാണ്. ഒരുപാട് സ്റ്റോക്ക് നിലവിലുണ്ട്. നമുക്ക് വേറെ ഷോറൂമുകളുണ്ട്. ഈ ജില്ലയിൽ തന്നെ ഒരുപാട് ഷോറൂമുകൾ ഇനിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ കസ്റ്റമറോട് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം കാര്യങ്ങളൊന്നും വേണ്ട. നേരെ വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവരുടെ ആ ഒരു ഫ്രീ ടൈമിൽ ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്.